ഹലോ, അൻബാജ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാൽ നമുക്ക് കഥയിലേക്ക് പോകാം. കഥയുടെ പേരാണ് നരകാവകാശിയായ ഉപ്പയെ സ്വർഗാവകാശിയാക്കിയ മകൻ. ഒരിക്കൽ ഈസാ നബി അലൈഹിന്റെ യാത്രക്കിടയിൽ ഒരു ഖബർ ശ്രദ്ധയിൽപ്പെട്ടു. അതികഠിനമായ ശിക്ഷകൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യനെയാണ് മഹാനവറുകൾക്ക് ആ ഖബറിൽ കാണാൻ കഴിഞ്ഞത്. ഖബറിലെ അദാബുകളിൽ നിന്ന് കാവൽ തേടി ഈസാ നബി അന്ന് നടന്നു നീങ്ങി. കുറേ നാളുകൾക്ക് ശേഷം മഹാനവറുകൾ വീണ്ടും അതേ ഖബറിന് സമീപത്തുകൂടി കടന്നുപോയപ്പോൾ ആശ്ചര്യപ്പെട്ടുപോയി. കാരണം കുറച്ചു നാളുകൾക്ക് മുമ്പ് ഈ വഴി കടന്നുപോയപ്പോൾ കണ്ട ഖബർ അന്ന് നരകത്തിന്റെ ഒരു ഭാഗമായിരുന്നു. അദാബിന്റെ മലക്കുകൾ ആ ഖബറിൽ താണ്ഡവമാടുകയായിരുന്നു. ആ ഖബറാളിയുടെ അവസ്ഥ കണ്ട് വല്ലാത്ത മാനസിക വിഷമത്തോടുകൂടിയാണ് അന്ന് നടന്നു നീങ്ങിയത്. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? നരകത്തിന്റെ ഭാഗമായിരുന്ന അതേ ഖബർ ഇന്ന് സ്വർഗീയ ഉദ്യാനം പോലെ പരിലസിക്കുന്നു. അദാബിന്റെ മലക്കുകളെ ഇന്നവിടെ കാണാനില്ല. പകരം റഹ്മത്തിന്റെ മാലാഖമാർ ആ ഖബറാളിക്കായി അനുഗ്രഹം ചൊരിയുന്നു. ചിതലും പുഴുക്കളും നിറഞ്ഞിരുന്ന ആ ഖബറിൽ നിന്നും സ്വർഗീയ സുഗന്ധമടിച്ചു വീശുന്നു. എന്താണിങ്ങനെ ഒരു മാറ്റം ആ ഖബറിലുണ്ടാവാൻ കാരണം? മരണപ്പെട്ടുപോയ ആ ഖബറാളി എന്തു സൽക്കർമ്മമാണ് ചെയ്തിട്ടുണ്ടാവുക? ഈസാ നബിക്ക് ആകാംക്ഷ സഹിക്കാൻ കഴിഞ്ഞില്ല. മഹാനവറുകൾ പെട്ടെന്ന് തന്നെ 2 റക്അത്ത് നിസ്കരിച്ച് റബ്ബിനോട് തേടി, അല്ലാഹുവേ, ഈ ഖബറിൽ സംഭവിച്ച അത്ഭുതത്തിന് കാരണം നീ എനിക്ക് അറിയിച്ചു തരണേ നാഥ. അപ്പോഴതാ ചെറുപുഞ്ചിരിയുമായി മലക്ക് ജിബ്രീൽ അലൈഹി ഈസാ നബി സല്ലല്ലാഹു അലൈഹിയുടെ ചാരത്തേക്ക് ഇറങ്ങിവരുന്നു. ശേഷം ജിബ്രീൽ പറഞ്ഞു തുടങ്ങി, അല്ലയോ ഈസാ നബിയെ, അങ്ങയുടെ ആകാംക്ഷയ്ക്ക് ഉത്തരവുമായാണ് ഞാൻ വന്നത്. അങ്ങ് കണ്ട ആ ഖബറാളി അല്ലാഹുവിന് ഇബാദത്തുകൾ ചെയ്യുന്നതിൽ വലിയ വീഴ്ച വരുത്തിയ ആളാണ്. അവൻ ചെയ്ത പാപങ്ങൾ കാരണം അല്ലാഹു അവനെ അതികഠിനമായി ഖബറിൽ ശിക്ഷിക്കുകയായിരുന്നു. പക്ഷെ ഇവൻ മരിക്കുന്ന സമയം അവന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. അങ്ങനെ ആ സ്ത്രീ ഒരു മിടുക്കനായ ആൺകുട്ടിക്ക് ജന്മം നൽകി. പിതാവ് മരണപ്പെട്ടുപോയ യതീമായ ആ കുട്ടിയെ അവർ നല്ല രീതിയിൽ വളർത്തി. അവനെ മദ്രസയിൽ ചേർക്കാൻ പ്രായമായപ്പോൾ അടുത്തുള്ള ഒരു ഉസ്താദിന്റെ അടുക്കൽ ദീൻ പഠിക്കാൻ കൊണ്ട് ഏൽപ്പിച്ചുകൊടുത്തു. അങ്ങനെ ആ കുഞ്ഞുമോൻ അവന്റെ പൊന്നിളം ചുണ്ടുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം, കാരുണ്യവാനായ കരുണയുടെ കടലായ അല്ലാഹുവേ എന്നു പറഞ്ഞു തുടങ്ങിയപ്പോൾ ഈ പൊന്നുമോന്റെ ഉപ്പയെ ഖബറിലിട്ട് ശിക്ഷിക്കാൻ അല്ലാഹുവിന് ലജ്ജ തോന്നി ഈസാ നബിയെ എന്ന് ജിബ്രീൽ അലൈഹി പറഞ്ഞു നിർത്തി. ഈസാ നബി ആലോചിച്ചു, ശരിയാണ്, കരുണക്കടലായ അല്ലാഹുവേ എന്നാ പിഞ്ചുബാലൻ അല്ലാഹുവിനെ വിളിക്കുമ്പോൾ അവന്റെ ഉപ്പയെ അല്ലാഹു എങ്ങനെയാണ് ഖബറിൽ കരുണയില്ലാതെ കൈകാര്യം ചെയ്യുക? അതു കാരണമാണ് ആ കുട്ടി മദ്രസയിൽ പോയി പഠിച്ച ഇൽമിന്റെ ശ്രേഷ്ഠത കൊണ്ടാണ് അതികഠിനമായി ഖബറിൽ ശിക്ഷിക്കപ്പെട്ടിരുന്ന ആ മനുഷ്യൻ സ്വർഗീയ അവകാശിയായി മാറിയത്. തഫ്സീർ റാസിയുടെ പ്രാരംഭത്തിലെ ചരിത്രം. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ. ഞങ്ങൾ പഠിച്ചിട്ടുള്ള ഇൽമിന്റെ പോരിശുകൊണ്ട് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ നീ സമാധാനത്തിന്റെ പൂന്തോപ്പുകളാക്കണേ നാഥ. ഒരു മനുഷ്യന്റെ ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമാണ് മക്കൾ ആഖിറത്തിൽ ഉപകാരപ്പെടുന്നവരാകണമെങ്കിൽ അതിന് മതവിദ്യാഭ്യാസം നൽകണം. അതിന് നമ്മൾ മക്കളെ മദ്രസയിലേക്ക് വിടണം. സ്കൂൾ വിദ്യാഭ്യാസം മാത്രം നൽകി മതവിദ്യാഭ്യാസം നൽകാതെ മക്കൾ വളർന്നാൽ നാളെ ആഖിറത്തിൽ അതിന്റെ പേരിൽ നമുക്ക് ശിക്ഷ വാങ്ങിത്തരാൻ നമ്മുടെ മക്കൾ മത്സരിക്കുമെന്നാണ് ഇസ്ലാം പറയുന്നത്. ഗൗരവമാണ്, നിസ്സാരമായി അവഗണിക്കരുത്. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ഇസ്ലാമിക് കഥകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സൂപ്പർ കഥയുമായി വരാം. ബൈ ബൈ.